മക്കളെ അപ്പൊ നമ്മ +2 സീരീസിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിലെ ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ്, വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു ആക്സസ് സ്ട്രക്ചറൽ എലമെന്റ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഡോട്ട് ഓപ്പറേറ്റർ ആണ്. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യമാണ്, സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ ഈസ് കോൾഡ് ഈസ് ടൈംഡ് ആസ് ഡാഷ്. നമുക്കറിയാം ഒരു സ്ട്രക്ചറിനകത്ത് വേറെ സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് എ നെസ്റ്റഡ് സ്ട്രക്ചർ. ഇനി അടുത്തൊരു 3 മാർക്കിന്റെ ചോദ്യമാണ്, അറേ സ്ട്രക്ചർ തമ്മിലുള്ള കമ്പാരിസൺ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, കുറെ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അറേ, എന്താണ് സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. An array is a derived data type. An array is a derived data type. While a structure is a user-defined data type. ഇനി an array has same type of data. അല്ലെങ്കിൽ an array holds the same type of data. നമുക്കറിയാം അല്ലെ, an array is a collection of elements of same data type. ഒരേ ഡാറ്റ ടൈപ്പിലുള്ള ആൾക്കാരുടെ കളക്ഷൻ ആണ് എന്ത്, അറേ. പക്ഷെ സ്ട്രക്ചറിൽ അങ്ങനെയല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ, പല ടൈപ്പ് ഓഫ് ഡാറ്റാസ് എന്തിനകത്ത് വരും, സ്ട്രക്ചറിൽ വരും. ഇതാണ് അതിനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി അടുത്ത് നോക്കാം, എലമെന്റ്സ് ആർ റെഫറൻസ്ഡ് യൂസിങ് സബ്സ്ക്രിപ്റ്റ്സ് അഥവാ ഇൻഡെക്സ് നമ്പർ. ആരെങ്കിലും എലമെന്റ്സ് എങ്ങനെയാണ് റെഫർ ചെയ്യാം, റെഫർഡ് യൂസിങ് സബ്സ്ക്രിപ്റ്റ് അഥവാ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. മീൻവൈൽ എലമെന്റ്സ് ആർ റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. നമ്മൾ തൊട്ട് മുന്നേ കണ്ടതാണ്, സ്ട്രക്ചർ എലമെന്റ്സ് ആർ ആക്സസ്ഡ് യൂസിങ് അല്ലെങ്കിൽ റെഫറൻസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഇനി അടുത്ത് നോക്കാം, മൾട്ടി ഡയമെൻഷണൽ അറേ. എന്താണ്, ഒരു അറയിലത്തെ ഒരു എലമെന്റ് മറ്റൊരു അറേ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ മൾട്ടി ഡയമെൻഷണൽ അറേ. അതായത് an element of an array is another array. If an element of an array is another array, we call it as a multi dimensional array. Meanwhile സ്ട്രക്ചറിന്റെ കേസിൽ ഒരു സ്ട്രക്ചറിന്റെ അകത്ത് മറ്റൊരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടതാണ് വി കോൾ ഇറ്റ് ആസ് എ നെസ്റ്റഡ് സ്ട്രക്ചർ. ഇനി ലാസ്റ്റത്തെ പോയിന്റ് ആണ്, അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് പോസിബിൾ. അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് പോസിബിൾ മീൻവൈൽ എലമെന്റ്സ് ആസ് അറേ എന്ന് വെച്ച് കഴിഞ്ഞാല് അറേ ക്യാൻ ബി an element of a structure. അറേ എന്താവാൻ പറ്റും, സ്ട്രക്ചറിന്റെ എലമെന്റ് ആവാൻ പറ്റും. ഈ ഒരു കമ്പാരിസൺ മിക്ക വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത് നോക്കാം, സ്റ്റാറ്റിക് മെമ്മറി ലൊക്കേഷനും ഡൈനാമിക് മെമ്മറി ലൊക്കേഷനും അല്ലെ. സ്റ്റാറ്റിക് മെമ്മറി ലൊക്കേഷൻ നമുക്ക് നോക്കാട്ടോ. The required memory is allocated before the execution of the program. Memory is allocated during the execution of the program. അതായത് സ്റ്റാറ്റിക് മെമ്മറി ലൊക്കേഷനിൽ എപ്പോഴും മെമ്മറി അലോക്കേറ്റ് ചെയ്യാം, പ്രോഗ്രാം എക്സിക്യൂഷന് മുൻപായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. പക്ഷേ ഡൈനാമിക് മെമ്മറി ലൊക്കേഷൻ കേസിൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അതേമാതിരി തന്നെ സ്റ്റാറ്റിക് മെമ്മറി ലൊക്കേഷൻ കേസിൽ ദ മെമ്മറി സ്പേസ് വിൽ ബി ഫിക്സ്ഡ് ത്രൂ ദ എക്സിക്യൂഷൻ. അതായത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു, ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി സ്പേസ് എന്താണ്, ഫിക്സ്ഡ് ആണ്. പക്ഷേ ഇവിടെ നോക്കാം, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ കേസിൽ എന്താണ്, ദ സൈസ് ഓഫ് ദ കളക്ഷൻ will not be specified in advance, rather it grows or shrinks during the run time as per usage desire. അതായത് ഡൈനാമിക് മെമ്മറി ലൊക്കേഷനിൽ അലോക്കേറ്റ് ചെയ്ത മെമ്മറി എന്ത് ചെയ്യും, വലുതാവുകയും ചെറുതാവുകയും ചെയ്യും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പൊ നോക്കിയേ, സ്റ്റാറ്റിക് മെമ്മറി ലൊക്കേഷനും ഡൈനാമിക് മെമ്മറി ലൊക്കേഷനും ഇതും ഒരു ഇമ്പോർട്ടന്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, റൈറ്റ് ദ യൂസ് ഓഫ് സ്റ്റാർ ആൻഡ് ആംപർസൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന പോയിന്റർ അല്ലെ. സ്റ്റാർ എന്നല്ല അതിനെ പറയാം. സ്റ്റാർ എന്ന് വെച്ചാൽ എന്താ, വാല്യൂ ഓപ്പറേറ്റർ ആണ്. ആംപർസൻഡ് എന്ന് വെച്ചാൽ എന്താ, അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. സ്റ്റാർ ഓപ്പറേറ്റർ എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂ ഓപ്പറേറ്റർ എങ്ങനെ യൂസ് ചെയ്യാം, പോയിന്റർ പോയിന്റ് ചെയ്യുന്ന സ്ഥലത്തെ വാല്യൂ റിട്രീവ് ചെയ്യണം എന്ത്, സ്റ്റാർ അഥവാ വാല്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അതേമാതിരി തന്നെ പോയിന്റർ ഹോൾഡ് ചെയ്യുന്ന മെമ്മറി അഡ്രസ് റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, ആംപർസൻഡ് അഥവാ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ മെമ്മറി ലീക്ക് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം പല രീതിക്ക് ചോദിക്കാം. മെമ്മറി ലീക്ക് എന്താണ്, എന്തുകൊണ്ടാണ് മെമ്മറി ലീക്ക് വരുന്നത്, മെമ്മറി ലീക്ക് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പല രീതിയിൽ ചോദിക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ, ന്യൂ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി അല്ലെ. നമുക്കറിയാം ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വേണ്ടി എന്താ യൂസ് ചെയ്യാം, ന്യൂ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുക. ഡൈനാമിക് മെമ്മറി ഡി അലോക്കേഷൻ എന്താ യൂസ് ചെയ്യുക, ഡിലീറ്റ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുക. സോ നമ്മ ന്യൂ ഓപ്പറേറ്റർ വെച്ച് അലോക്കേറ്റ് ചെയ്ത മെമ്മറി ആവശ്യത്തിന് ശേഷം ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഡി അലോക്കേറ്റ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഓരോ റണ്ണിലും അത്രയും മെമ്മറി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഡിസേപ്പിയർ ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു സംഭവത്തിൽ പറയുന്ന പേരാണ് മെമ്മറി ലീക്ക്. അപ്പൊ ന്യൂ ഓപ്പറേറ്റർ എന്താണെന്ന് പഠിക്കണം, ഡിലീറ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് പഠിക്കണം, മെമ്മറി ലീക്ക് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് എ പോയിന്റർ ഇൻ C++? എന്താ പോയിന്റർ, മറ്റൊരു വേരിയബിളിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുന്ന വേരിയബിൾ ആണ് എന്ത്, പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത് അല്ലേ. ചോദ്യം തീർന്നിട്ടില്ല. ഡിക്ലെയർ എ പോയിന്റർ ആൻഡ് ഇനീഷ്യലൈസ് വിത്ത് ദ നെയിം ഓഫ് യുവർ കൺട്രി. ഡിക്ലെയർ എ പോയിന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യും. സിന്റാക്സ് എന്താ, പോയിന്റർ ഡിക്ലെയർ ചെയ്യേണ്ട സിന്റാക്സ് എന്താ, ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ നെയിം അല്ലേ. ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ എന്ത് പോയിന്റർ ഉണ്ടാക്കണ്ടേ, ഡിക്ലെയർ എ പോയിന്റർ ആൻഡ് ഇനീഷ്യലൈസ് വിത്ത് ദ നെയിം ഓഫ് യുവർ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പേര് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പേര് എന്ന് വെച്ചാൽ എന്താ, ക്യാരക്ടർ ആണ്. സോ ഞാൻ ഡാറ്റ ടൈപ്പ് ആയിട്ട് കെയർ എന്ന് കൊടുത്തു, ഇനി സ്റ്റാർ ഇട്ട് കൊടുത്തു അല്ലെ. പോയിന്റർ ആണ് ഡിക്ലെയർ ചെയ്യേണ്ടത്, സ്റ്റാർ ഇട്ട് കൊടുത്തു. ഇനി ഒരു പോയിന്റർ നെയിം, ഇഷ്ടമുള്ള പോയിന്റർ നെയിം കൊടുക്കാം. ഞാൻ നെയിം ഓഫ് ദ നേഷൻ ഒരു പോയിന്റർ നെയിം കൊടുത്തു, ഈക്വൽ ടു. ഇനി പറഞ്ഞിട്ടുണ്ട്
ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ ഒരു പോയിന്റർ ഉണ്ടാക്കി ഇനി പറഞ്ഞത് എന്താ, ഇനീഷ്യലൈസ് വിത്ത് ദ നെയിം ഓഫ് യുവർ കൺട്രി. അതായത് നെയിം ഓഫ് നേഷൻ എന്ന് പറഞ്ഞ ഈ പോയിന്ററിൽ എന്ത് ചെയ്യണം, നമ്മളുടെ രാജ്യത്തിന്റെ പേര് ഇനീഷ്യലൈസ് ചെയ്യണം. എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഈക്വൽ ടു ഇടാം, നമ്മുടെ രാജ്യത്തിന്റെ പേര് ഡബിൾ കോട്ടിനകത്ത് എഴുതി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതങ്ങനെ അധികം റിപ്പീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ചോദിച്ചിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് ടൈം വിത്ത് എലമെന്റ്സ് അവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. ഇങ്ങനത്തെ ഒരു ചോദ്യം ഷുവർ ആണ്. അതായത് എക്സാക്ട് ഈ ക്വസ്റ്റ്യൻ ആവണമെന്നില്ല, ടൈം എന്ന് പറഞ്ഞ ചോദ്യമാണെന്നൊന്നുമില്ല. ചിലപ്പോൾ സ്റ്റുഡന്റിന്റെ കാര്യമാവും, ചിലപ്പോൾ എംപ്ലോയീസിന്റെ കാര്യമാവും, പല കാര്യമാവും. പക്ഷെ ഈ സെയിം മോഡലുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ചോദ്യം എന്താണെന്ന് നോക്കാം. ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് ടൈം. ടൈം എന്ന് പേര് സ്ട്രക്ചർ ഉണ്ടാക്കണം. ഇനി എന്തൊക്കെ വേണം അതിനകത്ത്, വിത്ത് എലമെന്റ്സ് അവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്. അതായത് അവർ വേണം, മിനിറ്റ് വേണം, സെക്കൻഡ് വേണം. ഈ മൂന്ന് ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട് ടൈം എന്ന പേരിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാം. നമുക്കറിയാം സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സിന്റാക്സ് എന്താണ് മക്കളെ, സ്ട്രക്ചർ അല്ലെ. സ്ട്രക്ചറിന്റെ പേര് ഞാൻ എന്ത് ചെയ്തു, സ്ട്രക്ചർ എന്ന് എഴുതി, സ്ട്രക്ചറിന്റെ പേരായിട്ടുള്ള ടൈം എന്ന് എഴുതി, ബ്രേസ് ഓപ്പൺ ചെയ്തു. അണ്ട് എന്ത് ചെയ്തു, എനിക്ക് എന്തൊക്കെ വേണ്ടേ, അവർ വേണം, മിനിറ്റ് വേണം, സെക്കൻഡ് വേണം അല്ലെ. അവർ എന്ന് വെച്ചാൽ എന്താ, മണിക്കൂറാണ്. മണിക്കൂർ എന്താ ഇരിക്കേണ്ട, ആരുടെ ഇപ്പൊ ഇന്റീരിയേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലേ. സോ ഇന്റ് അവർ എന്ന് എഴുതി. ഇനി മിനിറ്റ് എന്താ, മിനിറ്റ് ഇന്റീരിയേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെ, 1 മുതൽ 60 വരെ. സോ ഇന്റ് മിനിറ്റ് എന്ന് എഴുതി. അടുത്ത എന്താ, സെക്കൻഡ് ആണ്. സെക്കൻഡ് എന്താണ്, നമ്പേഴ്സ് ആണ്. സോ ഇന്റ് സെക്കൻഡ് എന്ന് എഴുതി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. ഇത്രയുള്ള സിംപിളസ്റ്റ് പരിപാടിയാണ്. ഈ ചോദ്യം വളരെ വളരെ അധികം തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള. ഓക്കെ, ഇനി അടുത്തത് ഇതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ +1 പഠിച്ചിട്ടുള്ള അറിയെന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് നമ്മൾ ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കാം. റീഡ് ദ ഫോളോയിങ് കോഡ്, റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒരു കോഡ് അവർ തന്നിട്ടുണ്ട്, ആ കോഡിന്റെ ഔട്ട്പുട്ട് എഴുതാണ് പറയുന്നത്. നോക്കാമല്ലോ. ഓക്കെ, നോക്കാം. എന്താ ഒരു കോഡ് തന്നിട്ടുള്ളത്. int a of 5 equal to 10, 15, 20, 25, 30. അതായത് അവര് അറേ തന്നിട്ടുണ്ട്. അറയുടെ പേരെന്താ, എ എന്നാണ്. അറയുടെ സൈസ് 5 ആണ്. അറയിൽ ആരൊക്കെ ഉണ്ട്, 5 ആൾക്കാരുണ്ട് അല്ലെ. 10, 15, 20, 25, 30. ഞാനൊരു ഭംഗിക്ക് എന്ത് ചെയ്യുന്നു, ഇവന്മാർ ഇൻഡെക്സ് നമ്പർ ഒന്ന് എഴുതി നോക്കാലോ നമുക്ക് അല്ലെ. ഇവനാണ് 0, ഇവനാണ് 1, ഇവനാണ് 2, 3, 4. അപ്പൊ 0 മുതൽ 4 വരെ 5 ആൾക്കാരുണ്ട്. ഇൻഡെക്സ് നമ്പർ ഞാൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നോക്കാം. ഇന്റ് സ്റ്റാർ പി ഈക്വൽ ടു. അതെന്തിനുള്ള സിന്റാക്സാ, ഡാറ്റ ടൈപ്പ് സ്റ്റാർ പി. ഇന്റ് സ്റ്റാർ പി എന്ന് വെച്ച് കഴിഞ്ഞാല് പി എന്ന് പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി, ഒരു ഇൻഡിജർ പോയിന്റർ ഉണ്ടാക്കി, അത് എവിടേക്ക് കൊടുത്തു, എയിലേക്ക് കൊടുത്തു. ദാറ്റ് മീൻസ് പി എന്ന് പറഞ്ഞ പോയിന്റർ എങ്ങനെയാ പോയിന്റ് ചെയ്തിട്ടുള്ളത്, എ എന്ന് പറഞ്ഞ അറയിലേക്കാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. വിഷയമില്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെയുണ്ട്. എ എന്ന് പറഞ്ഞൊരു അറ ഉണ്ടാക്കി, അതിനകത്ത് 5 ആൾക്കാരെ കൊടുത്തു. പി എന്ന് പറഞ്ഞൊരു പോയിന്റർ ഉണ്ടാക്കി, എയിലേക്ക് പോയിന്റ് ചെയ്ത് വെച്ചു. ഇനി നോക്കാം എന്താണ് ചോദ്യം. നോക്കാം. റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ട് എഴുതാനാണ്. ശ്രദ്ധിച്ചിരിക്കണേ. സി ഔട്ട് സ്റ്റാർ പി സ്റ്റാർ ഓഫ് p+2. സ്റ്റാർ നമുക്കറിയാം എന്തിനുള്ളതാണ്, വാല്യൂ വെച്ച് ഓപ്പറേറ്റർ ആണ്. അതായത് പോയിന്റിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എടുക്കാനുള്ളതാണ്. പക്ഷെ ഇവിടെ നേരെ സ്റ്റാർ പി എന്നല്ല കൊടുത്തിട്ടുള്ളത്, സ്റ്റാർ p+2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ കേസ് ഇങ്ങനെ ആയിരുന്നെങ്കിലോ, സി ഔട്ട് സ്റ്റാർ പി. ഇങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, പി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വാല്യൂ ഉണ്ടാവും അല്ലെ. പി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വാല്യൂ ആരാ, എ എന്ന് പറഞ്ഞ അറയാണ്. പക്ഷെ പ്രശ്നമുണ്ട്, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അറ ഫുള്ള് പ്രിന്റ് ആവില്ല. ജസ്റ്റ് സ്റ്റാർ പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അറ മൊത്തം പ്രിന്റ് ആവില്ല. പക്ഷെ അറയിലെ ഫസ്റ്റത്തെ എലമെന്റ്, അതായത് 0th ഇൻഡെക്സ് നമ്പറുള്ള ഫസ്റ്റത്തെ എലമെന്റ് ആയിട്ടുള്ള 10 മാത്രമേ പ്രിന്റ് ആവുള്ളൂ. വൈ? കാരണം സ്റ്റാർ പി എന്ന് പറഞ്ഞ പോയിന്റുള്ള ആരാ, എ എന്ന് പറഞ്ഞ അറയാണ്. അറയിലത്തെ ഫസ്റ്റത്തെ ആണോ, അതിലെ പ്രിന്റ് ആവുള്ളൂ. ഇനി ഇവിടെ നോക്കാം. നമ്മളെ ക്വസ്റ്റ്യൻ ഉള്ളത് ഇങ്ങനെയാണല്ലേ. സി ഔട്ട് സ്റ്റാർ ഓഫ് p+2. ഈ p+2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരാ. നോക്കിയേ, ജസ്റ്റ് സി ഔട്ട് സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ 10 വരും. p+1 എന്ന് പറഞ്ഞാൽ 15 വരും. p+2 എന്ന് പറഞ്ഞാൽ 20 വരും. അതായത് ഫസ്റ്റത്തെ ഇൻഡെക്സ് നമ്പർ 0യോടൊപ്പം 2 കൂട്ടാം. അതായത് 0+2 2. രണ്ടാമത്തെ ഇൻഡെക്സ് നമ്പർ ഉള്ള ആളാരോ 20 ആണ്. ദാറ്റ് മീൻസ് റിസൾട്ട് ഈസ് 20. ഇങ്ങനെ കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അടുത്തത് സി ഔട്ട് സ്റ്റാർ p+3. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. സ്റ്റാർ p+3 നമ്മൾ വിചാരിക്കും
സ്റ്റാർ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളാണ്, P+1 ഇതാണ്, P+2 ഇതാണ്, P+3 25 പക്ഷെ അങ്ങനെയല്ല, ഇവിടെ എന്തില്ല, ബ്രാക്കറ്റ് ഇല്ല. ദാറ്റ് മീൻസ് ആദ്യം എന്ത് ചെയ്യും, സ്റ്റാർ പി ആരാ, സ്റ്റാർ പി എന്ന് വെച്ചാൽ ഫസ്റ്റത്താണ്, അതായത് 10 കൂടെ എന്ത് ചെയ്യും, 3 കൂട്ടും. 10+3 എത്രയാണ്, 10+3 13. ഇതിന്റെ ഉത്തരം 13 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ +1 അറിയുന്നുള്ള പാഠത്തിൽ കൂടെ ക്ലബ് ചെയ്ത് ചോദിച്ചാൽ കാണാറുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നേ വരെ ബോർഡ് എക്സാമിന് ഈ പാഠത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നല്ലോണം വൃത്തിക്ക് പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.